പ്രിയപ്പെട്ടവരെ, ട്രെയിൻ യാത്രയ്ക്കിടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ ബാഗും പണവും മോഷ്ടിച്ചു. നമസ്കാരം. ഈ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ഇന്ന് ലോകം ഉണർന്നത്. നമ്മുടെ PK ശ്രീമതി ടീച്ചറുടെ ബാഗും സ്വർണവും പണവും ഫോണും ഏതോ തീവ്രത കൂടിയ കള്ളൻ യാത്രക്കിടയിൽ കവർന്നു. പക്ഷേ നോക്കൂ, ടീച്ചറിനോട് യാതൊരു കരുണയുമില്ലാതെയാണ് ദയാരഹിതമായ ലോകം ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നവോത്ഥാന കേരളത്തിൻ്റെ അലയൊലികൾ ഇന്ത്യയിൽ ആകെ മുഴക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. മഹിളകളെ ഉണർത്താനായി ബീഹാറിലെ സമസ്തിപൂരിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് നമ്മുടെ ശ്രീമതി ടീച്ചറോട് ആ ബീഹാറി കള്ളൻ കരുണയില്ലാതെ പ്രവർത്തിച്ചു കളഞ്ഞത്. തലയുടെ തൊട്ടടുത്തായിട്ട് മുകളിൽ വെച്ചതാണ്. ആ ID കാർഡെങ്കിലും ആ ഫോണും കൂടിയെങ്കിലും തിരിച്ചിട്ടേ മതി. മൊബൈൽ ഫോണും പണവും ഐഡന്റിറ്റി കാർഡുകളും എല്ലാം നഷ്ടമായി. സ്വർണം പോയെന്ന് പറയുന്നുണ്ടെങ്കിലും ടീച്ചർ പറയുന്നത് അത് വില കുറഞ്ഞ സ്റ്റഡ്സ് ആണെന്നാണ്. ബാഗും ഫോണും പൈസയും തലയ്ക്കരികിൽ തന്നെ വെച്ച് വായനയെല്ലാം കഴിഞ്ഞ് രാത്രി 11 മണിയോടെയാണ് ടീച്ചർ ഉറങ്ങാൻ കിടന്നത്. AKG സെൻറ്ററിലുള്ളപ്പോഴും 11 മണി വരെ താത്വികമായ ലേഖനങ്ങൾ വായിച്ചിരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. രാത്രി 4 മണിയോടെ ഗാഠനിദ്രയിലാണ്ടുപോയി ടീച്ചർ. ഉണർന്നപ്പോൾ ടീച്ചർ മാത്രമുണ്ട്. ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ബാഗുമില്ല, കാശുമില്ല, ഫോണുമില്ല. എന്തായാലും ഭയമുള്ള കള്ളനാണ് വന്നത്. ടീച്ചർ ഗാഠനിദ്രയിലായതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് മോഷ്ടിക്കാൻ കഴിഞ്ഞത്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ ബാഗ് മോഷ്ടിക്കാൻ ധൈര്യം കാണിച്ച ആ കള്ളൻ അപ്പോഴാരായിരിക്കും? വില കൂടിയ ബാഗ് കണ്ടപ്പോൾ കള്ളന് മനസ്സിലായി ഇത് കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നും കേരളത്തിൽ നിന്നുള്ള സഖാത്തിയാണെന്നും. ഇവരൊക്കെ യാത്രയ്ക്ക് പോകുമ്പോഴാണ് ബാഗിൻ്റെ വിലയും മറ്റും ചർച്ചയാകുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ കൊള്ളാവുന്ന എന്തെങ്കിലും ഒന്ന് ധരിച്ചാൽ ഉടൻ ആക്ഷേപം തുടങ്ങുമല്ലോ. ലോകമെല്ലാം തീവണ്ടിയിൽ കറങ്ങി നടക്കുന്ന ആളാണ് നമ്മുടെ അഖിലേന്ത്യാ PB സാർ ബേബി. ആ തോൾസഞ്ചിയിലാണ് പാർട്ടിയെ സംബന്ധിച്ച രഹസ്യ അജണ്ടകൾ എല്ലാം ഒതുക്കിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കള്ളൻ അത് കൈക്കലാക്കാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടുണ്ടോ? എങ്ങാനും ആ തോൾസഞ്ചി ബേബി സാറിൽ നിന്നും മോഷണം പോയാൽ പാർട്ടി രേഖകൾ എല്ലാം ചോരും. അതോടെ ലോക കമ്മ്യൂണിസം തന്നെ തകർന്നു പോകും. ടീച്ചറെ, സ്വർണവും പണവും പോയി അല്ലേ? ആ വലിയ ദുഃഖത്തോടെ ചോദിക്കാൻ നമുക്കൊരു മിനുസശിരസ്കനായ റിപ്പോർട്ടർ മാത്രമാണുള്ളത്. പക്ഷേ വില കുറഞ്ഞ സ്വർണമായിരുന്നുവെന്ന് ടീച്ചർ തന്നെ സമ്മതിച്ചു. എല്ലാം വെറും സ്റ്റഡ്സുകൾ മാത്രം. വസ്ത്രങ്ങളൊന്നും പോയിട്ടില്ല കേട്ടോ. ശബരിമല വിഷയം കത്തുനിന്ന കാലത്തല്ലേ ടീച്ചർ പത്തനംതിട്ടയിൽ വന്ന് സഖാക്കളോട് ഈറൻ മാറുന്ന ഹിന്ദു സ്ത്രീകളുടെ കഥ പറഞ്ഞ് ചിരിച്ചത്. കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ പോലും അയ്യപ്പൻ പണി തരുമെന്നാണ് ഇപ്പോൾ ചിലർ പറയുന്നത്. ടീച്ചറെ പരിഹസിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ കാച്ചുന്ന ഒരു കമൻ്റ് ഉണ്ട്. തീവ്രത അളക്കുന്ന മെഷീൻ പോയോ ടീച്ചറെ? മോഷ്ടിച്ച കള്ളന് ആ യന്ത്രമേതെന്ന് മനസ്സിലാകുമോ? ഇവിടെ ടീച്ചർ പറയുന്നത് പരാതി കൊടുത്തപ്പോൾ റെയിൽവേ പോലീസ് ചോദിക്കുകയാണ്, വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെയല്ലേ സൂക്ഷിക്കേണ്ടത് എന്ന്. ശരിയല്ലേ? തലച്ചോട്ടിൽ സ്വർണവും പണവും അടങ്ങുന്ന ഒരു സ്വന്തം ബാഗ് സൂക്ഷിക്കാൻ കഴിയാത്ത ഈ PK ശ്രീമതിയാണോ ബീഹാറിൽ ചെന്ന് ജനാധിപത്യ മഹിളകളെ ശക്തിപ്പെടുത്താൻ പോകുന്നത്? ഉടൻ കേരളത്തിൽ വിളിച്ച് വിജയേട്ടനോടും ശശിയോടും പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ചിലപ്പോൾ ബാഗ് തിരിച്ചു കിട്ടും. ഇത്തരം കാര്യത്തിൽ കേരളത്തിലായിരുന്നെങ്കിൽ നടപടി ഉടനായിരുന്നു എന്നാണ് ടീച്ചർ പറയുന്നത്. കേരളത്തിൽ പിണറായി ഭരണം തുടങ്ങിയതോടെ കള്ളത്തരമില്ല, ചെറുനാഴികളില്ല, മോഷണമില്ല, ദാരിദ്ര്യമില്ല. അതുപോലെയാണോ ബീഹാർ? അവർക്ക് PB എന്നോ കേന്ദ്ര കമ്മിറ്റി എന്നോ സഖാവെന്നോ ഒന്നുമില്ല. ബീഹാറിലെ സമ്മേളനത്തിൻ്റെ മുഴുപ്പ് പറയുന്നത് കേട്ടാൽ തോന്നും അവിടെ പാർട്ടി പടർന്നു പന്തലിച്ചങ്ങ് നിൽക്കുകയാണെന്ന്. ഇനി മഹിളാ അസോസിയേഷൻ കൂടി പ്രവർത്തനം തുടങ്ങിയാൽ മതി, അടുത്ത ഭരണം പിടിക്കാം. തീവണ്ടി യാത്രയിൽ സ്വർണ്ണാഭരണം, പണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയൊക്കെ പരമാവധി ഒഴിവാക്കണമെന്ന് റീൽസ് ഇറക്കി ഇന്ത്യൻ റെയിൽവേ നാട്ടുകാരെ ബോധവൽക്കരിക്കുന്ന സമയത്താണ് ടീച്ചർക്ക് ഈ അമളി പറ്റിയത്. 40,000 രൂപയും ആധാർ കാർഡും റേഷൻ കാർഡും പാൻ കാർഡും ഉൾപ്പെടെ എല്ലാം തെറുത്തുകെട്ടി ശ്രീമതി യാത്ര ചെയ്തത് എന്തിനായിരുന്നു? അവിടെയും ശ്രീമതി കേരളത്തിൻ്റെ മുഴുപ്പാണ് പറയുന്നത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും കട്ടളയും വാതിലും അയ്യപ്പ വിഗ്രഹം വരെയും അടിച്ചുമാറ്റിയ അവന്മാരെ സംരക്ഷിച്ച സർക്കാരാണിതെന്ന് ഓർക്കണം. കേരളത്തിലെ തീവണ്ടികളുടെ സുരക്ഷയെപ്പറ്റി പറയുന്നവർ ഗോവിന്ദചാമിയെ മറന്നുപോയോ? കേരളത്തിന് വെളിയിൽ ഈ കമ്മ്യൂണിസവും സഖാക്കളും ഊച്ചാളി ഫെമിനിസ്റ്റുകളും ഒന്നുമില്ല. എന്നിട്ടും ബീഹാറിൽ മുഴുത്ത സമ്മേളനമാണ് നടക്കുന്നത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്തിനാണ് ടീച്ചറെ 40,000 രൂപയും പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോയത്? ഇവിടുന്ന് കാശ് കൊണ്ട് ചെന്നിട്ട് വേണോ അവിടെ സമ്മേളനം നടത്താൻ? പണ്ട് AKG സെൻറ്ററിന് മുമ്പിൽ പടക്കം പൊട്ടിയപ്പോൾ ശ്രീമതി പറഞ്ഞത് ബോംബാണെന്നാണ്. 40,000 രൂപയാണോ 400 ആണോ പോയതെന്ന് ആർക്കറിയാം? സഖാക്കൾക്ക് നേരെ ചെല്ലുന്നതെല്ലാം ബോംബാണ്, എന്നാൽ അവർ എറിയുന്നതോ പടക്കവും. ഇതാണ് എല്ലാ കാര്യത്തിലുമുള്ള ഒരു പ്രധാന വ്യത്യാസം.
ഒരു സഖാത്തി തീവണ്ടി യാത്രയിൽ 40K കൈവശം വെച്ചു എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യൻ തെറ്റിദ്ധരിക്കും. ശ്രീമതിയുടെ ഫോണും കൊണ്ട് പോയവർ ഇനി ആരെയൊക്കെ വിളിക്കുമോ എന്തോ. എന്തുകൊണ്ടാണ് ഒരു വനിതാ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ബാഗ് അന്യസംസ്ഥാനത്ത് മോഷണം പോയി എന്ന വാർത്ത കേട്ട് ഒരുപറ്റം ആളുകൾ പരിഹാസത്തോട് മാത്രം ഇതിനോട് പ്രതികരിക്കുന്നത്? കാരണമുണ്ട്. ഈ പാർട്ടിയും അതിൻ്റെ നേതാക്കളുമെല്ലാം മനുഷ്യജീവിതത്തെയും എതിരാളികളെയും അങ്ങേയറ്റം പരിഹസിച്ചും നുണയും വെടിയും അടിച്ചും മൈക്ക് കെട്ടി വിവരദോഷവും മതനിന്ദയും മാത്രം നടത്തിയും രാഷ്ട്രീയ ശത്രുക്കളെ നിന്ദ്യമായി പരിഹസിച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അതിൻ്റെ പ്രതികരണമാണ് സഖാക്കളെ ഈ പരിഹാസമെല്ലാം. ആകെ ദണ്ണമുണ്ടായത് മരമുറി ചാനലിലെ റിപ്പോർട്ടർ ആ മഹാശിരസ്കന് മാത്രം. പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള പ്രബന്ധങ്ങളോ നയരേഖയോ ചോർന്നിട്ടുണ്ടോ എന്തോ. അതോടുകൂടി തീർന്നു ലോക കമ്മ്യൂണിസം. ഐ ഡി കാർഡും ഫോണും കൂടെ പോയാണല്ലോ തീർന്നു.